ജാനകി കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ അഭിക്കും അമലിനും എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. എന്നാൽ ഈ ഒരു വാർത്ത കേട്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപർണ തന്നെയാണ്. ഇതിനിടയിൽ ജാനകിയെ രക്ഷിക്കാനായിട്ടും അഭി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് തമ്പിയും സേനനുമാണെന്നുള്ള വാർത്ത ഇന്ദ്രജ വഴി നകുലൻ അറിഞ്ഞു. അതോടുകൂടി അഭിയല്ല ഇതിനെതിരെ പ്രതികാരം ചെയ്യാൻ പോവേണ്ടത്, മറിച്ച് തമ്പിക്കും സേനനും പണി കൊടുക്കേണ്ടത് നമ്മളാണെന്ന് ഇന്ദ്രജ നകുലനോട് പറഞ്ഞു. തമ്പിയെയും സേനനെയും പൂട്ടാനായിട്ടുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രജയും നകുലനും ഇപ്പോൾ. ഇതിനിടയിൽ ജാനകിയെ രക്ഷിക്കാനായിട്ട് ഏതൊരറ്റം വരെയും കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ അഭിയാണെങ്കിലും ഡോക്ടറാണെങ്കിലും എല്ലാവരും തയ്യാറാണ്. ജാനകിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിന് കുറച്ചു ദിവസം മുന്നേ വരെ അതുവരെ രാധാമണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു നിർത്താനും ജാനകിയെ ശുശ്രൂഷിക്കാനായിട്ടും രാധാമണിയെ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ അഭി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ രാധാമണി വന്നു കഴിഞ്ഞാൽ ജാനകി ജീവിതത്തിലോട്ട് തിരികെ വരുമോ? അത് രാധാമണി വന്നാൽ മാത്രം പോരാ, രാധാമണി ജാനകിയെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ജാനകി കണ്ണു തുറക്കുമോ? ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? ജാനകി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം.